ഹായ് ഫ്രണ്ട്സ്, ഇത് ഒരു തെങ്ങ് തൈ നടാനുള്ള ഒരു കുഴിയുടെ പണി നടത്തുന്നതാണ്. ഇത് ഒരു 2 മാസം മുമ്പായി നമ്മൾ ഒരു ഇറ്റാച്ചിക്ക് കുഴിയെടുത്ത് ഉണ്ടാക്കി വെച്ചതാണ്. അതിന് 1 മീറ്റർ വീതിയും 1 മീറ്റർ നീളവും ഒരു 80 സെന്റിമീറ്ററോളം ആഴവുമുള്ള കുഴിയാണിത്. അതിലേക്ക് ഇപ്പം 2 കൊട്ട ചാണകവും അതിലായി കൂട്ടിച്ചേർത്തത് 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 500 ഗ്രാം എല്ലുപൊടിയും കൂട്ടിച്ചേർത്ത മിശ്രിതം 4 സൈഡിലുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം സൈഡ് നന്നായി ചെത്തി അളവുകൾ തിട്ടപ്പെടുത്തി നന്നാക്കിയതിന് ശേഷം ഇതിൻ്റെ 80 സെന്റിമീറ്റർ ആഴമുള്ള ഈ കുഴി ഒരു 20 സെന്റിമീറ്റർ കൂടി മണ്ണ് മുകളിൽ നിന്നും വന്നു കഴിഞ്ഞാൽ ഈ കുഴി ഒരു 80 സെന്റിമീറ്റർ എന്നുള്ളത് 60 സെന്റിമീറ്റർ ആഴമുള്ളൂ. ഇപ്പോൾ അതിൽ തൈ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ നടുക്കായി ഒരു കുഴി എടുക്കും. അതായത് ഒരു പിള്ളക്കുഴി ഗ്രോ ബാഗിൽ കൊണ്ടുവന്ന തൈ ആയതുകൊണ്ട് ആ ഗ്രോ ബാഗിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ കുഴിയെടുക്കും. ഗ്രോ ബാഗിലുള്ള തൈ ആയുള്ള ഗുണം ഇതിൻ്റെ വേരുകൾ ഒന്നും നഷ്ടപ്പെടുന്നില്ല. മറ്റു നമ്മൾ നിലത്ത് തൈ നട്ട് പറിച്ചു നടുമ്പോൾ അതിൻ്റെ വേരുകളെല്ലാം നഷ്ടപ്പെടുന്നതുകൊണ്ട് ഒരു 6 മാസത്തെ വളർച്ച ഈ തൈകൾക്ക് കുറയും. ഈ ഗ്രോ ബാഗിൽ വെച്ച തൈകളാണ് നമുക്ക് തെങ്ങിൻ തൈ നടാൻ ഏറ്റവും ഉത്തമം. അങ്ങനെ ഗ്രോ ബാഗിലുള്ള തൈ ഗ്രോ ബാഗ് നീക്കം ചെയ്യാതെ തന്നെ ആ കുഴിയുടെ ആഴം കറക്റ്റ് ആണോ എന്ന് വെച്ച് നോക്കുക. ആഴം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് മണ്ണ് കൂടി ആ കുഴിയിലേക്കിട്ട് ആഴം തിട്ടപ്പെടുത്തിയതിന് ശേഷം ഗ്രോ ബാഗിന്റെ അടിഭാഗം ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ഇതുപോലെ നന്നായി എല്ലാ ഭാഗവും ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗം നമ്മൾ നന്നായി ആ ഗ്രോ ബാഗിൻ്റെ ഭാഗം സൈഡിലേക്ക് ആക്കി വെച്ചതിന് ശേഷം കുഴിയിലേക്ക് എടുത്ത് വെക്കുക. തൈ മണ്ണുകൾ അതിൻ്റെ മണ്ണ് പൊഴിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ കുഴിയിലേക്ക് വെച്ചതിന് ശേഷം നേരെ ലെവലാക്കി നിർത്തിയതിന് ശേഷം ആ ഗ്രോ ബാഗ് ഇതുപോലെ മുകളിലൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രോ ബാഗിനെ നീക്കം ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ 4 ഭാഗത്തും കുറച്ച് മണ്ണിട്ട് ഉറപ്പിച്ചതിന് ശേഷം നന്നായി പൊടിഞ്ഞ വേപ്പിൻ പിണ്ണാക്ക് എല്ലാ ഭാഗത്തും നന്നായി ഇട്ട് കൊടുക്കുക. ഇത് ചെതൽ വരാതിരിക്കാനും ഒരു കീടനാശിനിയുടെ ഉപയോഗവും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വളമായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ വേപ്പിൻ പിണ്ണാക്ക്. അതിനുശേഷം ഇതുപോലെ കുറച്ച് എല്ലുപൊടിയും ഇതിൻ്റെ ചുറ്റുപാടും ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ഇട്ട വളം കുഴിയുടെ 4 ഭാഗത്തും ആയതുകൊണ്ട് ഈ നടുഭാഗത്ത് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി മണ്ണ് അതിലേക്ക് ഇളക്കി കുഴിയുടെ ആഴം കുറച്ച് എടുക്കുക. ചകരി പൂർണ്ണമായും മൂടിപ്പോകാത്ത വിധം മണ്ണ് ഇട്ടതിന് ശേഷം ഡോളോമേറ്റും കൂടി അതിൽ മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ ഈ കുമ്മായം ഇടുന്നതിനേക്കാളും തെങ്ങിന് ഏറ്റവും നല്ലത് ഡോളോമേറ്റാണ് ഈ ചെറിയ പ്രായത്തിൽ. ഈ ഡോളോമേറ്റിൽ മഗ്നീഷ്യത്തിൻ്റെ അളവുള്ളത് കൊണ്ട് മഞ്ഞളിപ്പ് തടയാനും അതുപോലെ തന്നെ മണ്ണിൻ്റെ പുളിപ്പ് മാറ്റാനും 2
കാര്യങ്ങളും ഈ ഡോളമേറ്റിന് കഴിയും. അങ്ങനെ എല്ലാ ഭാഗവും നന്നായി വെള്ളം കെട്ടിക്കിടക്കാത്ത രൂപത്തിൽ മണ്ണ് അടുപ്പിച്ചതിന് ശേഷം ബാക്കി വെച്ച നമ്മളുടെ വേപ്പിൻ പിണ്ണാക്ക് അത് കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ ഓലക്കവിളിൽ എല്ലാം കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, പൊടിഞ്ഞ വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ട് കൊടുത്താൽ ചെമ്പഞ്ചല്ലി അങ്ങനെ കണ്ട കീടങ്ങൾ ഇതിലേക്ക് വരാതിരിക്കും. ഇതുപോലെ എല്ലാ ഓലക്കവിളിലും ഇലയുടെ ഇടയ്ക്കായി പൊടിഞ്ഞ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്താൽ ചെമ്പൻ ചെല്ലി, കൊമ്പൻ ചെള്ള് ഇങ്ങനത്തെ കീടങ്ങൾ വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.